ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. സോ ഓണപരീക്ഷയ്ക്ക് എത്താറായി. അടുത്ത മാസം 20-ാം തീയതിയാണ് ഓണപരീക്ഷ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ ദിവസങ്ങളൊക്കെ പോവും. കാരണം സ്കൂൾ തുറന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാസം ഇപ്പൊ പോയതാണ്. സോ അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. 10ാം ക്ലാസ് വരെ എന്റെ മക്കളെ കുഴപ്പിച്ചൊരു സബ്ജക്ട് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ മാത്സ് ആണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സോഷ്യലോ ഹിന്ദിയോ ഒക്കെ ആണെന്നാ പറയാറുള്ളത്. പക്ഷെ +1 +2 പഠിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിനോട്, അതായത് +2 ഇപ്പൊ പഠിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്സ് ആയിരിക്കും. കാരണം അവരെയൊക്കെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നതായിട്ട് അവർ പറയപ്പെടുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. സോ ഫിസിക്സിന് ഇവിടെ നിങ്ങൾ വലിയൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കൃത്യമായിട്ട് ഫിസിക്സ് നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. സോ ഓണപരീക്ഷയിൽ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സ്വന്തം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് ഓണപരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു 5 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലൈക്ക് ചെയ്യാതെ ആരും തന്നെ വീഡിയോ കാണരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി തുടങ്ങുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഹിറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലതൊന്നും മനസ്സിലാവൂല. സോ ഈ ചാപ്റ്ററിന്റെ തന്നെ 1 ഷോട്ട് റിവിഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സൈലം +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ട്. സോ ലൈവ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഉത്തരങ്ങൾ നിങ്ങൾക്ക് സെൽഫായി തന്നെ പറയാൻ സാധിക്കും. ആ ലൈവ് കാണാത്ത കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈവ് പോയി കാണുക കേട്ടോ. ഓക്കെ, ഇനി ലേറ്റ് ആക്കുന്നില്ല, ചോദ്യങ്ങളിലോട്ട് കിടക്കാൻ പോവുകയാണ്. സോ ഒന്നാമത്തെ ചോദ്യം NCERT യിൽ നിന്നുള്ള ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. സാർ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിക്കണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗൈഡ് റെഫർ ചെയ്താൽ മതിയോ എന്നൊക്കെ ആയിരിക്കും പല കുട്ടികളുടെയും ആദ്യത്തെ സംശയം. മക്കളെ, ഈ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓണപരീക്ഷയാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും മോഡൽ ആണെങ്കിലും ബോർഡ് ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് ഈ കാണുന്ന എണ്ണം മാത്രമാണ്. സോ ഇതൊരു NCERT ചോദ്യമാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. ഇനി വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഒരു മെഷർമെന്റ് നൽകിയിട്ട് അതിനകത്ത് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷകളിൽ പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. സോ നമുക്ക് ഉത്തരം നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ട് NCERT ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ എ എന്താണ്? 0.007 മീറ്റർ സ്ക്വയർ. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? എന്റെ മക്കൾ ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ. സോറി, ഇവിടെ കമന്റിംഗ് ഒന്നും ഇല്ല അല്ലെ? ഓക്കെ, റെക്കോർഡ് വീഡിയോ ആണ്, ഞാൻ ലൈവ് ആണെന്ന് ഒരു മൊമെന്റിൽ വിചാരിച്ചു പോയി. പറയണ മക്കളെ, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈ ഒന്നാമത്തതിനകത്തുണ്ട്? നമുക്കറിയാം ലീഡിങ് സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. മുന്നിൽ വരുന്ന സീറോസ് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ ഒരേ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഉള്ളൂ, അത് 7 മാത്രമാണ്. കാരണം മുന്നിൽ വരുന്ന സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് 2.64 × 10⁻²4. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം. 10ന്റെ പവറിൽ വരുന്നത് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ 10ന്റെ പവറിലുള്ളത് അങ്ങ് ഒഴിവാക്കുക. ബാക്കിയുള്ളതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് നോക്കടാ? 2.64 മൂന്നും സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും മക്കളെ? ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അടുത്തത് 0.2370. ഇവിടെയും അതുപോലെ തന്നെയാണ്. ലീഡിങ് സീറോ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. മുന്നേ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ അവസാനം ഒരു സീറോ ഉണ്ടല്ലോ സാറേ, അത് സിഗ്നിഫിക്കന്റ് ആണോ? തീർച്ചയായും ആണ്. കാരണം അവൻ വരുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വരുന്നത്. അതിനാൽ തന്നെ അവൻ എന്താണ്? അവൻ സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. ആ സീറോ കൂടി ഉൾപ്പെടുത്തി 2370. ഇവയെല്ലാം സിഗ്നിഫിക്കന്റ് ആണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് നമ്പർ നോക്കിക്കേടാ. 6.320 ജൂൾ. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? അവസാനം വരുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം അവൻ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സീറോ ആണ്. അവൻ സിഗ്നിഫിക്കന്റ് ആയതിനാൽ തന്നെ എത്ര ഉണ്ട്? ടോട്ടലി 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇവിടെയും ഉണ്ട്. അടുത്തത് 6.032. ഇവൻ നോക്കടാ, ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം എന്താണ്? അവൻ 2 നോൺ സീറോ ഡിജിറ്റുകൾക്ക് നടുവിലാണ്, ഡെസിമൽ പോയിന്റിന് ശേഷം കൂടിയാണ്. സോ എങ്ങനെ പോയാലും അവൻ സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെയും എത്ര എണ്ണമുണ്ട്? ഇവിടെയും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അടുത്തത് 0.000603. ഈ കാണുന്ന ലീഡിംഗ് സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇവന്മാരൊന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. സോ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് മക്കളെ? ഇവിടെയും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെയും നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഈ ചോദ്യങ്ങൾ ഇതേപോലെ നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു മാറ്റവുമില്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു 2 എണ്ണമോ 3 എണ്ണമോ ഒക്കെ നൽകിയിട്ട് ഇതിനകത്ത് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റൻ ആണ്. പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. റൈറ്റ്, ഇത് ചോദിക്കുമ്പോൾ ഇത് മുഴുവനും അറ്റ് എ ടൈം ക്വസ്റ്റ്യനിൽ വരില്ല. ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ട് ഒരു 3 എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 2 എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നൽകിയിട്ടും ചോദിക്കാം. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മറുപടി എഴുതാൻ അറിഞ്ഞിരിക്കണം, കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം.
ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുകളിൽ കാണുന്ന വർഷങ്ങളിലെല്ലാം ഈ ചോദ്യം ചോദിച്ചതാണ്. സോ ഒരു ചോദ്യം ഇത്രത്തോളം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യമാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ഇനി വരാനിരിക്കുന്ന ഓണപരീക്ഷയിലും ഈ ചോദ്യം വരും എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വർഷം ചോദിച്ചുകൊണ്ട് ഇനി ചോദിക്കില്ല എന്നല്ല, മറിച്ച് ഇനിയും ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നതാണ് ചോദിക്കാറുള്ളത്. സോ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് വേണം. അതെന്താണ്? അതൊരു ലോ ആണ്, ഒരു പ്രിൻസിപ്പിൾ ആണ്. അതെന്താണ് പറയപ്പെടുന്നത്? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവത്തുള്ളൂ. സോ നമുക്ക് ഈ ഇക്വേഷന്റെ ഡയമെൻഷനലി കറക്റ്റ്നെസ് ചെക്ക് ചെയ്താലോ? നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് മക്കളെ, ശ്രദ്ധിക്കണം. ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh എന്നതാണ് ഇക്വേഷൻ. നമുക്കറിയാം ഇത് നമ്മുടെ സ്വന്തം കൈനറ്റിക് എനർജിയാണ്, ഇത് നമ്മുടെ സ്വന്തം പൊട്ടൻഷ്യൽ എനർജിയാണ്. ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് എന്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അവന് ഡയമെൻഷൻ ഇല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ബാക്കിയുള്ളത് mv സ്ക്വയർ. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ഡയമെൻഷൻ L(t⁻⁻1) ആണ്. ഒരു ഹോൾ സ്ക്വയർ കൂടി ഇടാം. വലതുഭാഗത്തുള്ളത് എന്താണ്? അവിടെയും ഒരു മാസ് ഇരിപ്പുണ്ട്, റൈറ്റ്. സോ m ആണ് മാസ്. g എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അറിയുന്ന കാര്യമല്ലേ? സ്മോൾ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ആക്സിലറേഷന്റെ അതേ ഡയമെൻഷൻ ആണ്, ദാറ്റ് ഈസ് L(t⁻⁻2). h എന്ന് പറഞ്ഞാൽ ഉയരമാണ്, ഡയമെൻഷൻ L ആണ്. ഈ ഡയമെൻഷൻസ് ഒന്നും മനപ്പാഠം പഠിക്കേണ്ട. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം, എങ്ങനെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പ് ലൈവിനകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താണ്. സോ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം എന്നാണ് എന്റെ വിശ്വാസം, റൈറ്റ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഡയമെൻഷൻസ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ഈ സ്ക്വയറിനെ ഒന്ന് അകത്തോട്ട് ഇടാം മക്കളെ, ശ്രദ്ധിക്കണം. സോ m ഇൻറ്റു സ്ക്വയർ അകത്തോട്ടിട്ടാൽ L² t⁻⁻2 ഈക്വൽ ടു, ഇവിടെ നോക്കണം, m ഇൻറ്റു L ഇൻറ്റു L എന്താണ്? L² ആണ്. എഗെയിൻ L² t⁻⁻2. ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. സോ mL² t⁻⁻2 ഈക്വൽ ടു, ഇവിടെ എന്ത് വരും മക്കളെ? mL² t⁻⁻2. സിമ്പിൾ അല്ലേ മക്കളെ? സോ രണ്ട് സൈഡും ഒരേ ഡയമെൻഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനാൽ തന്നെ ഈ ഇക്വേഷൻ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൂവ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയ ചോദ്യം, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓൾ സെറ്റ്? ഹാപ്പി ആണോ? കോൺഫിഡന്റ് ആണോ? ഇത്രയും പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ വെയിറ്റേജ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു 2 മാർക്കിനാണ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്നത്. ആ 2 മാർക്ക് ഓണപരീക്ഷയ്ക്ക് കൂടി നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. സോ mL² t⁻⁻2. ഇത് മറ്റൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എനർജികളാണ്. എനർജി അല്ലേ? എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് mL² t⁻⁻2 ആണ്. സോ അതിലോട്ട് തന്നെയാണ് ഫൈനലി എത്തുക. കാരണം ഇവ രണ്ടും എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് ഫെമിലിയർ ആണ്, അത് mL² t⁻⁻2 ആണ്. അപ്പൊ മറ്റൊന്നും ആലോചിക്കേണ്ട, ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും എന്ന കാര്യം അന്നൊരു തിരിച്ചറിവും ബോധ്യവും നിങ്ങൾക്ക് വേണം. അത് വെച്ച് വേണം പ്രൊസീഡ് ചെയ്യാൻ, റൈറ്റ്? സോ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം, തേർഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വളരെ ലളിതമായ ചോദ്യമാണ്, ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. റൈറ്റ് എനി 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ നൽകിയിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത മൊമെന്റിൽ, 2 പോയിന്റ് ബാച്ചിന് കംപ്ലീറ്റ് ചെയ്ത മൊമെന്റിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ഞാൻ ഈ ചോദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. ശ്രദ്ധിക്കണം, ഈ താഴെ നൽകിയിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളോട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. മക്കളെ നിങ്ങൾ പറയണം, ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റും എയിൽ 1 ആയിട്ട് ഞാൻ ആൻസർ ചെയ്തുവാണ്. യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല നമുക്ക് പറയാൻ സാധിക്കുക? അത് ഏതാണ് മക്കളെ? നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതാരൊക്കെയാണ്? യെസ്, യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ആദ്യത്തെ ആള് നമ്മുടെ സ്വന്തം സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. രണ്ടാമത്തെ ആളാരാണ്? അവനാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അവനാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. മൂന്നാമത്തെ ആളാരാണ്? മൂന്നാമത്തെ ആൾ നമുക്ക് വേണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഈ 3 ആശാന്മാർക്ക് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദർ ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? സെയിം ഡയമെൻഷൻ, ഒരേ ഡയമെൻഷൻ ഉള്ള
ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ പറയാം. ഞാൻ അതിലൊന്നും പിടിക്കുന്നില്ല, ഞാൻ നേരെ കുറച്ചുകൂടി മുകളിൽ പിടിക്കുവാണ്. സ്പീഡും വെലോസിറ്റിയും സ്പീഡിനും വെലോസിറ്റിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവന്മാരുടെ പ്രത്യേകത എന്താണ്? ഇവന്മാർക്ക് സെയിം ഡയമെൻഷൻ ആണ്. സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും സെയിം ഡയമെൻഷൻ ആണ്, സംശയമില്ല. വേണമെങ്കിൽ നമുക്ക് വർക്കും എനർജിയും പറയാം. യെസ്, വർക്കും എനർജിയും ഇവന്മാർക്കും സെയിം ഡയമെൻഷൻ ആണ്. ഒരാളെ കൂടി പറഞ്ഞാലോ? ഒരാളെ കൂടി പറയാം. ഇമ്പൾസും മൊമെന്റവും ഇവന്മാർക്കും സെയിം ഡയമെൻഷൻ ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്ത എന്താണ്? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലോട്ട് കിടക്കാൻ പാടാ മക്കളെ. തേർഡ് ക്വസ്റ്റ്യൻ. എന്താ തേർഡ് ക്വസ്റ്റിനകത്ത് പറയുന്നത്? ഹാവിംഗ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ട് പക്ഷെ അവന് ഡയമെൻഷൻ ഇല്ല. അതാരാണ്? യെസ്, നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തം സപ്ലിമെന്ററി SI യൂണിറ്റിനകത്ത് പഠിച്ച സപ്ലിമെന്ററി യൂണിറ്റുകളിൽ ഉൾപ്പെടുന്നവന്മാരാണ്. ആരാണ്? യെസ്, സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും. ഇവന്മാർക്ക് എന്താണ്? യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ല. സോളിഡ് ആംഗിളുടെ യൂണിറ്റ് റേഡിയൻ ആണ്, പ്ലെയിൻ ആംഗിളുടെ യൂണിറ്റ് റേഡിയാണ്. പക്ഷെ ഇവന്മാർക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ക്ലിയർ അല്ലേ? സോ ഇത് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. സോ ആർക്കൊക്കെയാണ് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്തത്? ആർക്കൊക്കെയാണ് സെയിം ഡയമെൻഷൻ ഉള്ളത്? ആർക്കൊക്കെയാണ് യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്തത്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഒരു സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി ഹാവിംഗ് സെയിം ഡയമെൻഷൻ. സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് സെയിം ഡയമെൻഷൻ ഉള്ള ആർക്കാണ്? അത് സ്പീഡും വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഡയമെൻഷൻ ആണ്. ഇങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ക്രാക്ക് ചെയ്യണം. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ ചോദ്യം ഇതേപടി പരീക്ഷയിൽ ചോദിക്കണമെന്നില്ല. ഈ കോൺസെപ്റ്റിൽ നിന്ന് ഏത് തരത്തിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. അടുത്തൊരു എക്സ്പെക്റ്റഡ് ആയ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം പറയുന്നതിന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് ഇനിയും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. തീർച്ചയായും ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒട്ടും തന്നെ ലേറ്റ് ആയിട്ടില്ല. ഓണപരീക്ഷ കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. കാരണം അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ പുറകിലായിരിക്കും. സോ ഈ മൊമെന്റിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ഗംഭീരമായ ക്ലാസ് ആണ്, ഞാൻ പൊക്കി പറയുന്നതല്ല. അഡ്മിഷൻ എടുത്ത ഏത് കുട്ടിയോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അഗ്നി ബാച്ചിന്റെ ക്ലാസ്സുകളെ പറ്റി. അവർ ഉറപ്പായും മറുപടി പറഞ്ഞിരിക്കും. റൈറ്റ്, അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. സോ ധൈര്യപൂർവ്വം അഡ്മിഷൻ എടുക്കുക. +1 സയൻസിനകത്ത് ഏറ്റവും മികച്ച മാർക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാംസും DPPs അഥവാ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും മൈൻഡ് മാപ്പ് ഇൻസ്റ്റാൾ തുടങ്ങിയ ഒട്ടേറെ ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് ഉണ്ടാവുക. അതിന് പുറമെ നിങ്ങൾക്ക് ഏറ്റവും A+ അല്ല മുഴുവൻ മാർക്കും നേടിയെടുക്കേണ്ട കുട്ടിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായ വീഡിയോ സീരീസ് ആയ ടോപ്പർ സീരീസ് ഒക്കെ നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഒട്ടും ലേറ്റ് ആക്കാതെ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. 9954000800 എന്ന് പറയുന്ന സ്ക്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കേ, താഴെ ഇങ്ങനെ സ്ക്രോൾ പോകുന്നില്ലേ? ആ സ്ക്രോളിനകത്ത് ഒരു നമ്പർ ഉണ്ട്, 9954000800 എന്ന് പറയുന്ന നമ്പർ. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടൻ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. നമുക്കറിയാം വെലോസിറ്റി ഒരിക്കലും ടെമ്പറേച്ചറിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം പറയപ്പെടുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ അല്ല ടെമ്പറേച്ചറിനുള്ളത്. രണ്ടിനും ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. സോ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ദിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പറയപ്പെടുന്നത്. PH എന്ന് എഴുതിയിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി തന്നെയാണ് കേട്ടോ. സോ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരിക്കലും ആഡ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പറയപ്പെടുന്നത് കേട്ടോ. അടുത്തലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. S = AT² + BT + C. പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. S എന്ന് പറഞ്ഞാൽ മീറ്ററിലാണെന്ന് അവർ പറയുന്നു, T എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണെന്ന് പറയുന്നു. എങ്കിൽ ABCയുടെ ഡയമെൻഷൻ എന്താണ്? S = AT² + BT + C ആണ്. S മീറ്ററിലാണ്, T സെക്കൻഡിലാണ്. എങ്കിൽ ABCയുടെ ഡയമെൻഷൻ എന്താണ് എന്നതാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതിയാലോ? വാടാ മക്കളെ, നോക്കണം. S = AT² + BT + C. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കേട്ടോ. ഇതിനകത്ത് ABCയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. S എന്ന് പറയുന്നത് മീറ്ററിലാണെന്ന് പറഞ്ഞു, T എന്ന് പറയുന്നത് സെക്കൻഡിലാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കടാ, S മീറ്ററിലാണെങ്കിൽ ഡയമെൻഷൻ എന്തായിരിക്കും?
ഡയമെൻഷൻ ഓഫ് എസ് എന്തായിരിക്കും? മീറ്ററിലാണെങ്കിൽ ഉറപ്പായും അത് ലെങ്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാരാമീറ്റർ ആയിരിക്കും, സംശയമില്ലാലോ. സോ എസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ആയിരിക്കും. ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും ടൈം ആണ്. സോ അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇതിനകത്ത് സംശയമില്ലാലോ. എസ് മീറ്ററിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ ഉറപ്പായും എല്ലായിരിക്കും. ടിയുടെ യൂണിറ്റ് സെക്കൻഡിലാണെന്ന് പറഞ്ഞാൽ ഉറപ്പായും അത് ടൈം ആണ്. സോ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ ആണ്. സോ നമുക്കൊരു ഇക്വേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഡയമെൻഷനലി കറക്റ്റ് ആയ ഇക്വേഷൻ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ അവർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഡയമെൻഷനലി കറക്റ്റ് ആയ ഇക്വേഷൻ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അത്തരത്തിൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇതിനകത്തുള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ശരിയല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഈ ഇക്വേഷനകത്തുള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയം വേണ്ട. സോ നമുക്ക് ഇത് പറയാൻ സാധിക്കും, ഡയമെൻഷൻ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. അതെന്തിന് ഈക്വലന്റ് ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് സിക്ക് ഈക്വലന്റ് ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും എന്ന കാര്യം. ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. റൈറ്റ്? സിമ്പിൾ ആയിട്ട് മനസ്സിലായി, സംശയമില്ലാലോ. ഇല്ല, ഇനി എന്റെ മക്കൾ നോക്കിക്കേടാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കടാ, ഇവിടെ എസിന്റെ അതേ ഡയമെൻഷൻ ആണ് എ ടി സ്ക്വയറിനും ഉള്ളത്, അതേ ഡയമെൻഷൻ ആണ് ബി ടിക്കും ഉള്ളത്, അതേ ഡയമെൻഷൻ ആണ് സിക്കും ഉള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും, ഡയമെൻഷൻ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയാൻ സാധിക്കില്ലേ? എസിനും സിക്കും ഒരേ ഡയമെൻഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ലേ? പറയാൻ സാധിക്കും. റൈറ്റ്? ഈ ഇക്വേഷൻ പ്രകാരം പറയാൻ സാധിക്കും. എങ്കിൽ നോക്കണം മക്കളെ, എന്തായിരിക്കും ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുക? എസിന്റെ അതേ ഡയമെൻഷൻ, എസിന്റെ ഡയമെൻഷൻ എൽ അല്ലേ? സോ എൽ ആയിരിക്കും സിയുടെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് സി വിൽ ബി ഈക്വൽ ടു എൽ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. അപ്പോൾ സിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എൽ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു എൽ. ഇത് ക്യാപിറ്റൽ എൽ ആണ് കേട്ടോ, എൽ ആണെന്ന് മനസ്സിലാക്കാം. സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ. സെറ്റ്. അടുത്ത രണ്ട് ടേംസ് നമുക്ക് കമ്പയർ ചെയ്യാം. അടുത്തായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്ന എസും എ ടി സ്ക്വയറുമാണ്. രണ്ടിനും സെയിം ഡയമെൻഷൻ ആണെന്ന് അറിയാം. ശരിയല്ലേ? രണ്ടിനും സെയിം ഡയമെൻഷൻ ആണ്. സോ അവന്മാരെ നമുക്ക് കമ്പയർ ചെയ്യാൻ പാടാ മക്കളെയും. അതായത് ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ എന്ന് പറയാം. Therefore, ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാടാ? ഈ ടി സ്ക്വയർ താഴോട്ട് കൊണ്ടുവരാം. സോ ഡയമെൻഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ല? ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ആണെങ്കിൽ എ ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടി സ്ക്വയർ അല്ലേ? അതെ. സോ അതിനാൽ തന്നെ ഡയമെൻഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ നമുക്ക് എഴുതാം. എസിന്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചതാണ്, അത് ക്യാപിറ്റൽ എൽ ആണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ സ്ക്വയർ, ഡയമെൻഷൻ ക്യാപിറ്റൽ ടി സ്ക്വയർ ആയിരിക്കും. ക്യാപിറ്റൽ ടി സ്ക്വയർ ഉള്ളത് ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ എന്താവും? പവറിൽ -2 ആയിട്ട് മാറും. സംശയമില്ലാലോ. സോ എൽ ടി റേസ് ടു -2 ആയിട്ട് മാറും. എൽ ടി റേസ് ടു -2 ഇതാണ് നമ്മുടെ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എൽ ടി റേസ് ടു -2 ആണ് എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തു. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ് മക്കളെ. അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കാണുന്ന ബിയുടെ ഡയമെൻഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. സോ രണ്ടും കൂടി റിലേറ്റ് ചെയ്യാം, എസും ബി ടിയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പാടാ. അതാണ് അടുത്തായി ചെയ്യുന്നത്. ഡയമെൻഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. ഓക്കെ ഫൈൻ. എങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറയാം. എന്താണ് എസിന്റെ ഡയമെൻഷൻ? ക്യാപിറ്റൽ എൽ ആണ്. ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്. ടി മുകളിലോട്ട് വരുമ്പോൾ ടി റേസ് ടു -1 ആവും. സോ എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, ആർക്കും തന്നെ ഒരു തരി സംശയമില്ലാലോ. ഓൾ സെറ്റ്, പക്കാ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ 3 ടേംസിന്റെയും ഡയമെൻഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരമാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആപ്പിനകത്ത് ടോപ്പർ സീരീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പൊതുവെ ഉൾപ്പെടുത്തുന്ന ചോദ്യമാണ്. സാധാരണ പരീക്ഷയിൽ ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ ആയ 2 ഫിസിക്കൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ശരിയല്ലേ? ആപ്ലിക്കേഷനിൽ പഠിക്കാറുണ്ട്. ടു റെഡ്യൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ നമ്മൾ പഠിക്കാറുണ്ട്. പൊതുവെ നമ്മൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാറുള്ള ചോദ്യം കൈനറ്റിക് എനർജി, സെൻട്രിപെഡൽ ഫോഴ്സ്, ടൈം പീരീഡ് തുടങ്ങിയവയാണ്.
പക്ഷെ അതിനകത്ത് ടോപ്പർ സീരീസിനകത്ത്, ആപ്പിനകത്തുള്ള ടോപ്പർ സീരീസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമല്ല, പക്ഷെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ തുടങ്ങിയ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കിയാലോ, സിമ്പിൾ ആയി തന്നെ ക്രാക്ക് ചെയ്യാം. ഒന്ന് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി കേട്ടോ. ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഫ്രീക്വൻസി ഡിപ്പെൻഡ് അപ്പോൺ ലെങ്ത്, എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. ക്യാപിറ്റൽ ടി ആണ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യും. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളോട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്താലോ? നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിലോട്ട് കടക്കുന്ന ബേസിക് ആയ സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാം. സോ ഫ്രീക്വൻസി ന്യൂ എന്ന് കൊടുക്കാം. അത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാലോ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുന്ന സ്റ്റെപ്പാണ്. വളരെ ഫെമിലിയർ ആയിരിക്കും, റൈറ്റ്? സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ്, ശരിയല്ലേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കാണുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ പവർ ഇട്ട് കൊടുക്കണ്ടേ? സോ എല്ലിന്റെ പവറിൽ എ കൊടുത്തു, ടെൻഷന്റെ പവറിൽ ബി കൊടുത്തു, മാസിന്റെ പവറിൽ സി കൊടുത്തു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. ക്ലിയർ? സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ പവർ കൊടുക്കണം, ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്തതാണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, ഇവയുടെ ഡയമെൻഷൻസ് എന്താണ് എന്ന കാര്യം. ഇത് നമ്മുടെ ആപ്പിനകത്ത് 1 പോയിന്റ് ബാച്ചിന് എക്സാമിൽ ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയ ചോദ്യമാണ്, റൈറ്റ്? പറയടാ, ഇവയുടെയൊക്കെ ഡയമെൻഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ഫ്രീക്വൻസി ആണ്, ശരിയല്ലേ? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയണം. ഫ്രീക്വൻസി ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ് ഇക്വേഷൻ. എങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി ഈക്വൽ ടു എന്തായിരിക്കും? ടി മുകളിലോട്ട് വരുമ്പോൾ t⁻⁻1 ആയിരിക്കും ഡയമെൻഷൻ. സോ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ t⁻⁻1 ആണ്. അടുത്ത് ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സ് ആണ്. അപ്പൊ ഡയമെൻഷൻ എന്തായിരിക്കും? mLt⁻². ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്, സംശയം വേണ്ട. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? mLt⁻². ആയിരിക്കും ഡയമെൻഷൻ. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്, അതാണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുക. സോ എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയാം. സോ ഡയമെൻഷൻ എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എല്ലാവരും നോക്കിക്കോ. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇവന്റെ ഡയമെൻഷൻ വളരെ ലളിതമാണ്, mL⁻⁻1. mL⁻⁻1 ഇതാണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. സോ ഫ്രീക്വൻസിയുടെ t⁻⁻1 ആണ്. ടെൻഷന് മാറ്റമില്ല, അത് ഫോഴ്സ് ആയത് കാരണം mLt⁻². ആണ്. അടുത്ത മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ mL⁻⁻1 ആണ്. ഈ ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. ഇത് അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യം പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഉറപ്പായും നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നു. ഫ്രീക്വൻസിക്ക് നമുക്കറിയാം എന്താ ഡയമെൻഷൻ? t⁻⁻1 ആണ്. അത് മാത്രം എഴുതിയാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? m⁻⁴ l⁻⁴ t⁻⁻1 എന്ന് തന്നെ എഴുതണം. കാരണം എന്താണ്? ഇക്വേറ്റ് ചെയ്യാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ m⁻⁴ l⁻⁴ കൊടുക്കുന്നത്. കാരണം എനിത്തിങ് പവർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവന്മാർ എഴുതുന്നതും എഴുതാത്തതും ഒന്ന് തന്നെയാണ്. സോ ജസ്റ്റ് m⁻⁴ l⁻⁴ എന്ന കാര്യം നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ, കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതിനാൽ തന്നെ അവൻ എന്തില്ല? അവന് ഡയമെൻഷൻ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത് എൽ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്. പവറിൽ എ കൊടുക്കണേ. ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആണ്. ഡയമെൻഷൻ mL⁻⁻2. പവറിൽ എന്ത് കൊടുക്കണം? ബി എന്ന് കൊടുക്കണം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം mL⁻⁻1 ആണ്. സോ mL⁻⁻1 അവന്റെ പവറിൽ എന്ത് കൊടുക്കണം? സി എന്ന് കൊടുക്കണം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? 3 സ്റ്റെപ്പുകളും ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? സോ പവേഴ്സ് കൃത്യമായി നിങ്ങൾ കൊടുക്കണം. ഡയമെൻഷൻസ് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഇതിനകത്ത് ഒരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. ഫൈൻ, അടുത്ത സ്റ്റെപ്പുകളിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. പവേഴ്സ് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ലൈക് പവേഴ്സ് അകത്തോട്ട് ഇടുകയാണ്. ഇൻ ടു ദ ബ്രാക്കറ്റ് നമ്മൾ പവർ ഇടുകയാണ്. സോ m⁻⁴ l⁻⁴ t⁻⁻1 ഈക്വൽ ടു പവർ അകത്തോട്ട് ഇട്ടേടാ എന്ത് വരും? l⁻a എന്ന് വരും, റൈറ്റ്? l⁻a. അടുത്തതും ഒരുമിച്ച് തന്നെ എഴുതാവേ. സോ m⁻b
എം പവർ ഓഫ് ബി. അടുത്തത് എൽ പവർ ഓഫ് ബി, എൽ പവർ ഓഫ് ബി. നെക്സ്റ്റ് വൺ ടി പവർ ഓഫ് മൈനസ് ടു ബി, ടി പവർ ഓഫ് മൈനസ് ടു ബി. അടുത്തത് എം പവർ ഓഫ് സി, എം പവർ ഓഫ് സി, എൽ പവർ ഓഫ് മൈനസ് സി, എൽ പവർ ഓഫ് മൈനസ് സി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് ഈ പവേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഇടുന്നതെന്ന് സംശയം വരും. ശ്രദ്ധിക്കണം മക്കളെ, ഇത് വളരെ എളുപ്പമാണ്. എല്ലിന്റെ പവറിൽ എ വരും, ഇവിടെ നോക്കണം ബി പവറിൽ വരും. സോ എം പവർ ഓഫ് ബി, എൽ പവർ ഓഫ് ബി. ഓക്കെ ആണ്. ഇവിടെ ഓൾറെഡി -2 ഉണ്ട്, അപ്പൊ വളരെ എളുപ്പമാണ്. -2 ഇൻറ്റു ബി എന്ത് വരും? -2 ബി. അത്രേ ഉള്ളൂ. അടുത്തത് ഇവിടെ എമ്മിന്റെ പവറിൽ സി വരും, ഇവിടെ ഓൾറെഡി പവറിൽ -1 ഉണ്ട്, അപ്പൊ -1 ഇൻറ്റു സി, -c എന്ന് വരും. റൈറ്റ്, ഇങ്ങനെയാണ് പവേഴ്സ് നമ്മൾ എടുക്കുക. വളരെ എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോടാ. സോ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു -1 ഈക്വൽ ടു, ആദ്യം നമുക്ക് എം എടുത്ത് എഴുതാം കേട്ടോ. സോ എം, ഇവിടെയും എം ഉണ്ട്, ഇവിടെയും എം ഉണ്ട്. അപ്പൊ ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാലോ. പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. സോ എം പവർ ഓഫ് എന്ത് എഴുതാം? ബി പ്ലസ് സി എന്ന് എഴുതാം. കാരണം ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ ബി ആണ്, ഇവിടെ പവർ സി ആണ്. സോ ബി പ്ലസ് സി എന്ന് എഴുതാം. അടുത്തത് എൽ എടുക്കാം. ഇവിടെയും എല്ലുണ്ട്, ഇവിടെയും എല്ലുണ്ട്, ഇവിടെയും എല്ലുണ്ട്, 3 എല്ലുണ്ട്. റൈറ്റ്, സോ പവേഴ്സ് ഒക്കെ ആഡ് ചെയ്തോ. സോ എ പ്ലസ് ബി, ഇവിടെ -c ആണ്. അപ്പൊ ഒന്ന് നോക്കട്ടെ, എ പ്ലസ് ബി -c എന്ന് കൊടുക്കാം. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട, എ പ്ലസ് ബി -c എന്ന് കൊടുക്കാം. അടുത്തത് പിന്നെ ടി ഒരൊറ്റ ടേമേ ഉള്ളൂ, അപ്പൊ ടി റേസ് ടു -2b എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇതാണ് 5ാമത്തെ ഇക്വേഷൻ. വളരെ ലളിതമായി മനസ്സിലായില്ലേ? പവേഴ്സ് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്കില്ലല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. വാടാ മക്കളെ, ഇനി നമുക്ക് സിംപ്ലി ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ ടേം ഉള്ളവന്മാരെയാണ്. സോ -2b ആണ് ഇവിടെ ടിയുടെ പവറിലുള്ളത്, ഇവിടെ -1 ആണ്. ശരിയല്ലേ? ടിയുടെ പവറിൽ -2bയും ഇവിടെ -1 ആണ്. സോ അത് ആദ്യം ഇക്വേറ്റ് ചെയ്യാം. അതായത് -2b ഈക്വൽ ടു -1. അപ്പൊ ബി ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. ബി ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ -2. എത്രയാണ് മക്കളെ? -1 ഡിവൈഡ് ബൈ -2 എന്ന് പറഞ്ഞാൽ മൈനസ് പോയാൽ ദാറ്റ് ഈസ് 1/2. സോ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. ബി വിൽ ബി ഈക്വൽ ടു 1/2. ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? 6 ആയിട്ട് കൊടുക്കാം. സോ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 1/2 ആണ് ബിയുടെ വാല്യൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, നമുക്ക് അടുത്ത് എമ്മിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. കാരണം ബി ഉൾപ്പെടുന്ന ഇക്വേറ്റ് ചെയ്യാം. സോ എമ്മിന്റെ പവർ എന്താണ്? ബി പ്ലസ് സി. ഇവിടെ എമ്മിന്റെ പവർ 0 ആണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ബി പ്ലസ് സി ഈക്വൽ ടു 0. ബിയുടെ വാല്യൂ 1/2 അല്ലേ? സോ 1/2 പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ സി ഈക്വൽ ടു പ്ലസ് 1/2 അപ്പുറത്ത് പോകുമ്പോൾ -1/2 ആയിട്ട് മാറും. സോ സി ഈക്വൽ ടു -1/2. സിയുടെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കിട്ടി. ബി കിട്ടി, സി കിട്ടി. അടുത്തതിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതിലോട്ട് കിടക്കുന്നു നോക്കടാ. എല്ലിന്റെ പവർ എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു ഇവിടെ 0 ആണ് എല്ലിന്റെ പവർ. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. ശരിയല്ലേ? എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. നമുക്ക് ബിയുടെ വാല്യൂ 1/2 ആണെന്ന് അറിയാം. സോ എ പ്ലസ് 1/2. സിയുടെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. അപ്പൊ മൈനസ് സിയുടെ വാല്യൂ -1/2. അങ്ങനെ തന്നെ ഇടണേ, അല്ലെങ്കിൽ തെറ്റുവേ. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റും. അതായത് നിങ്ങൾ ചുമ്മാ സി എടുത്തിടരുത്. ഇവിടെ സിയുടെ വാല്യൂ -1/2 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് നമ്മൾ ഇടണം. അതിനുശേഷമാണ് സിയുടെ വാല്യൂ -1/2 ഇടേണ്ടത് കേട്ടോ. അപ്പൊ മൈനസും പ്ലസ് ആവൂലേ? സോ എ പ്ലസ് 1/2 പ്ലസ് 1/2 ആയിട്ട് മാറും, ഈക്വൽ ടു 0. 1/2 പ്ലസ് 1/2 എത്രയാണ്? 1 ആണ്. സോ എ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. സോ എ ഈക്വൽ ടു -1 എന്ന് വരും. എയുടെ വാല്യൂ എത്രയാണ് മക്കളെ കിട്ടുക? -1 ആണ് കിട്ടുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. സോ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 8 കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോ. സോ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇതെല്ലാം എടുത്ത് നമുക്ക് ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു നമുക്ക് എഴുതാം. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു കെ ഇൻറ്റു എൽ പവർ ഓഫ് എ എന്നാണ്. ശരിയല്ലേ? എൽ പവർ ഓഫ് എ. അപ്പൊ എൽ പവർ ഓഫ് എയുടെ വാല്യൂ എത്രയാണ്? -1. അടുത്ത് നെക്സ്റ്റ് വൺ, ടി പവർ ഓഫ് ബി ആണ്. ടി പവർ ഓഫ് ബി. അപ്പൊ നോക്കടാ, ടി പവർ ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ 1/2 ആണ്. അപ്പൊ ടി പവർ ഓഫ് 1/2. അടുത്ത എം പവർ ഓഫ് സി ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? -1/2 ആണ്. സിയുടെ വാല്യൂ -1/2 ആണ്. സോ എം പവർ ഓഫ് -1/2. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു സംശയമില്ല, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? 9 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ എൽ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അതിനെ 1/L ആയിട്ട് എഴുതാം. ശരിയല്ലേ?
ടി റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിനെ റൂട്ട് ടി ആയിട്ട് എഴുതാം. എം റേസ് ടു -1/2 ആണെങ്കിൽ റൂട്ട് ഓഫ് 1/m ആയിട്ട് എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബേസിക് മാത്സ് ആണ്. സോ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ന്യൂ ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു -1നെ 1/l എന്ന് എഴുതി, ടി റേസ് ടു 1/2നെ റൂട്ട് ടി എന്ന് എഴുതി, എം റേസ് ടു -1/2നെ റൂട്ട് ഓഫ് 1/m എന്ന് എഴുതി. റൈറ്റ്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ എഴുതാമെങ്കിലും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ എഴുതിയത്. നോക്കടാ മക്കളെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ന്യൂ ഈക്വൽ ടു കെ ബൈ എൽ എന്ന് എഴുതാം. അടുത്ത് ഇവിടെ രണ്ട് സൈഡും റൂട്ട് ഉണ്ട്, അപ്പോൾ റൂട്ട് കോമൺ ആയിട്ട് ഞാൻ ഇട്ടു, റൂട്ട് ഓഫ് ടി ബൈ എം എന്ന് എഴുതാം. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 11 ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് 11ാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുക. പഠിച്ചു വെക്കുക. ഇത്തരം ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ പരീക്ഷകളിൽ ചോദിക്കാം. ഉറപ്പുള്ള ചോദ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഓണപരീക്ഷയെ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. ബോർഡ് എക്സാമിന് സെൻട്രിപെറ്റൽ ഫോഴ്സും ടൈം പീരീഡ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 ചോദ്യങ്ങൾ എല്ലാവർക്കും വർത്താണെന്ന് വിശ്വസിക്കുന്നു. ആപ്പിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്, സൈലം കൂടെയുണ്ട്. ഫിസിക്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഇനി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, ഹാപ്പി ആയി നിൽക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. ഇന്നത്തെ ഈ വീഡിയോനെ പറ്റിയുള്ള കമന്റുകൾ താഴെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, കാണാം.